ഇഷ്ടപ്പെട്ടവർക്കും പ്രിയമുള്ള ആളുകൾക്കും നമ്മൾ സമ്മാനങ്ങൾ നൽകാറുണ്ട്. പ്രത്യേകിച്ച് കാമുകന്മാർ പ്രണയ സുരഭിലമായ കാലത്ത് നിരവധി സമ്മാനങ്ങൾ പരസ്പരം കൈമാറും. പ്രണയം തലയ്ക്ക് പിടിച്ചാലോ ആ കാലത്ത് നമ്മൾ വിലപിടിപ്പുള്ള എന്തും സമ്മാനമായി എതിരെ നിൽക്കുന്ന ആളിന് കൊടുക്കും. പ്രണയം തകർന്ന് പിരിയുകയാണെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിലും വിഷമത്തിലും ചില സ്നേഹത്തോടെ നൽകിയ സമ്മാനങ്ങൾ തിരിച്ചു എല്ലാം നീ കൊണ്ടുപോവാ, ഞാൻ തന്നതൊക്കെ ഇങ്ങോട്ട് എടുക്ക് എന്ന് പറയും. അമേരിക്കക്കാരനായ റിച്ചാർഡ് ബാറ്റിസ്റ്റ എന്ന വ്യക്തി 2007 അദ്ദേഹത്തിന്റെ വിവാഹമോചന സമയത്ത് തന്റെ ഭാര്യയുടെ വിചിത്രമായ ഒരു സമ്മാനം തിരിച്ചു ചോദിച്ചു. സ്നേഹത്തിലായിരുന്ന കാലത്ത് ഭാര്യയ്ക്ക് ദാനം ചെയ്ത കിഡ്നിയാണ് റിച്ചാർഡ് തിരിച്ചു ചോദിച്ചത്. ഞാൻ തന്ന കിഡ്നി തിരിച്ചു തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമ സംവിധാനങ്ങളെ മുഴുവൻ കുഴക്കി ഈ ചോദ്യം. ഒരു വല്ലാത്ത ഡിമാൻഡായിരുന്നു അത്. എല്ലാ സമ്മാനങ്ങളും തിരിച്ചു തരാൻ കഴിയുന്നതല്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയില്ല. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കൽ കൊടുത്ത സമ്മാനം തിരിച്ചു ചോദിക്കുമ്പോൾ അയാൾക്ക് മടക്കിത്തരാൻ കഴിയുന്നതാണോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇത് ആവശ്യപ്പെടാൻ. പക്ഷേ കിഡ്നിയൊക്കെ തിരിച്ചു ചോദിച്ചാൽ എങ്ങനെ തിരിച്ചു തരും? കവി വീരാൻകുട്ടിയുടെ ഒരു കുഞ്ഞു കവിതയുണ്ട്. നാം കൈമാറിയ വിളക്കുകളിൽ നിന്ന് നിന്റേത് എൻ്റേത് എന്ന് വേർതിരിച്ചെടുക്കാൻ പണിയില്ല പിരിയുമ്പോൾ. എന്നാൽ പരസ്പരം കറന്നുപോയ വെളിച്ചത്തെ എങ്ങനെ വേറെ വേറെയാക്കും? ഇത് വീരാൻകുട്ടിയുടെ കവിതയാണ്. നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങൾ ഇങ്ങനെ പരസ്പരം കറന്നുപോയ ഇത്തിരി വെളിച്ചം ഉണ്ടാകും. സ്നേഹത്തിലായിരുന്ന കാലത്തെ നനുത്ത ഓർമ്മകൾ, അനുഭവങ്ങൾ, അതൊക്കെ ഒരു നല്ല ബന്ധത്തിൻ്റെ ഓർമ്മയായിട്ട് അങ്ങനെ തുടരട്ടെ എന്ന് വിചാരിക്കാനേ കഴിയൂ. അത് തിരിച്ചു നൽകാനോ അതല്ലെങ്കിൽ അത് മായ്ച്ചു കളയാനോ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കൽ സ്നേഹത്തിലായിരുന്നപ്പോൾ കൊടുത്ത സമ്മാനം തിരിച്ചു ചോദിക്കുമ്പോൾ പങ്കാളിക്ക് അല്ലെങ്കിൽ സ്നേഹിച്ച ആളിന് അത് തിരിച്ചു തരാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ആലോചിച്ചിട്ട് ചോദിക്കാൻ. വിട പറയും മുമ്പ് എന്ന സിനിമയിൽ നെടുമുടി വേണിച്ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമ്മാനം തിരിച്ചു ചോദിക്കുമ്പോഴും നമ്മൾ നോക്കുക നമ്മുടെ പങ്കാളിയെ ടെൻഷനിലാക്കണോ എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.